ഒരുമാതിരി ഈ മരണ വീട്ടിൽ പോയി നിന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്നതിന് തുല്യമായിട്ട് മ്ലേച്ഛമായിട്ടുള്ള പ്രവൃത്തിയാണ് പേളിമാണി ഇപ്പോൾ കാണിച്ചത്. ഒരാൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുന്നതിലോ വ്യക്തമാക്കുന്നതിലോ ഒരു പ്രശ്നവുമില്ല, തുറന്നു പറയാതിരുന്നാലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവരുടെ രാഷ്ട്രീയ നിലപാട് അറിയിക്കുന്നത് ഒരു കലാപത്തിൻ്റെ ഇടയിലൂടെ ആണെങ്കിൽ അവരുടെ ഗൂഢലക്ഷ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വ്യക്തമായിട്ട് നാട്ടുകാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, പ്രശസ്തരായിട്ടുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഉറക്കെ പറയാറുണ്ട്. ഉദാഹരണത്തിന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഈ കഴിഞ്ഞ ഇലക്ഷന് തൊട്ട്, അതായത് 4-5 മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ. അദ്ദേഹത്തെ ചേർത്ത് നിർത്തേണ്ട ആളുകൾ ചേർത്ത് നിർത്തി, അതിനോട് എതിർപ്പുള്ള ആളുകൾ അദ്ദേഹത്തിനെ അൺഫോളോ ചെയ്തു പോയി എന്നൊക്കെ അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ, അതിനൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വ്യക്തി, അതും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹൈപ്പോടുകൂടി, അതായത് ആ ഒരു പവർ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നലെ മുതൽ എല്ലാവർക്കും മനസ്സിലായി തനിക്ക് നേരെ വരുന്ന നെഗറ്റീവ് കോമൻസ് വളരെ ബുദ്ധിപൂർവ്വം ഡിലീറ്റ് ചെയ്ത് നെഗറ്റീവ് കോമൻസ് ഇടുന്ന ആളുകൾ ഇനി ഒരിക്കലും നെഗറ്റീവ് കോമൻസ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടുകളെ മുഴുവൻ പിടിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള പേളിമാണി അവരവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയതിൽ നമുക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല, അവരോട് ഇഷ്ടം കുറയത്തുമില്ല. പക്ഷേ അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ അവർ തിരഞ്ഞെടുത്ത സമയം, അതാണ് നമ്മളെയൊക്കെ അവരിൽ നിന്നും കൂടുതൽ അകറ്റുന്നതും അവരോട് ഒരു പ്രത്യേക ഇഷ്ടക്കേട് എല്ലാവർക്കും വരുന്നതും. കാരണം ഇന്ത്യ കണ്ടതിൽ വെച്ച് അത്യാവശ്യം ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യയുടെ നാനാഭാഗത്ത് ഇപ്പോഴും സമരങ്ങൾ നടക്കുന്നുണ്ട്. എത്ര പേര് അതിനെക്കുറിച്ച് അറിയാറുണ്ട്? അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വാർത്ത എന്നുള്ള രീതിയിൽ വിട്ടുകളയുന്നവരാണ് പകുതിയിലേറെ ആളുകൾ. പക്ഷേ ഈ ഒരു പ്രൊട്ടസ്റ്റിനെ ഇന്ത്യക്കുള്ളിൽ നിൽക്കുന്നവർ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ പോലും ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ആ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ആ സമരം നടത്തുന്നത് കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ അവർ ഇരന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവരെ അടിക്കുന്നു, അവർക്ക് നേരെ അവരെ ചെയ്യാൻ പറ്റാവുന്നത്, അതായത് ലാത്തി ചാർജ് നടത്തുന്നുണ്ട്. പക്ഷേ ലാത്തിക്ക് പകരം ഈ ഉപദ്രവിക്കുന്ന ആളുകൾ, ഈ പ്രൊട്ടസ്റ്റിനെ എതിർക്കുന്ന പാർട്ടിക്കാർ ഉപയോഗിക്കുന്നത് വടികളാണ്, കമ്പുകൾ, അതിനെന്നാ പറയുന്ന വടി. ആ വടിയുടെ അറ്റത്തൊക്കെ ആണികൾ കുത്തി വെച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ അടിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങൾ, അതായത് ആൺകുട്ടികൾ ഷർട്ട് ഊരിയിട്ട് അടികൊണ്ട പാട് നമ്മൾ മീഡിയയിലൂടെയൊക്കെ കാണുന്നതാണ് അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആവശ്യമാണ് അവരിരുന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭരിക്കുന്ന ചില ഭരണകർത്താക്കൾ അതവർക്ക് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ 98% ആളുകൾ ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറത്തേക്ക് ഒരു ഹ്യൂമാനിറ്റിയാണ് ആളുകൾ ഉൾക്കൊള്ളുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം KK ഫാമിലി എല്ലാവർക്കും അറിയാമല്ലോ, കൃഷ്ണകുമാർ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നല്ല പറന്ന് നടന്നൊരു ഫാമിലിയാണ്. അതിൽ അഹാന കൃഷ്ണ, മൂത്ത മകളായിട്ടുള്ള അഹാന കൃഷ്ണ തൻ്റെ ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രൊട്ടസ്റ്റിനെ കുറിച്ച്. അമ്മൂമ്മയെക്കുറിച്ച് പുള്ളിക്കാരത്തി ഇട്ട പോസ്റ്റിനെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് ഈ പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ഒരിക്കലും രാഷ്ട്രീയ നിലപാടുകളോ അതിൻ്റെ പ്രതിച്ഛായകളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ അവൾക്ക് അവളുടെ പിതാവിനെ സപ്പോർട്ട് ചെയ്ത് ആ രാഷ്ട്രീയ പാർട്ടിയെ നിഴലാക്കി വെച്ച് പേളിമാണി ചെയ്തതുപോലെ ഒരു ഇരട്ടത്താപ്പ് പോസ്റ്റ് അവൾക്കിടാമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ ആ നിലപാടിനെ പിറകിലാണ് നിർത്തേണ്ടതെന്നും അവരുടെ അവകാശങ്ങളാണ് അവർ നേടിയെടുക്കുന്നതെന്നും ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളും തങ്ങളുടെ ഫ്യൂച്ചർ, അതായത് തങ്ങളുടെ ജനറേഷനെ സേഫ് ആക്കുകയാണ് എന്നുള്ള വിലപ്പെട്ട വിവരമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടി പോസ്റ്റ് ഇട്ടത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, അവൾക്ക് വേണമെങ്കിൽ അവളുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ആ പെൺകുട്ടി പോലും ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളാണ്. ഇത് ആവശ്യമുള്ളൊരു പ്രൊട്ടസ്റ്റാണ് എന്ന് ബുദ്ധിയോടുകൂടി അവൾ മനസ്സിലാക്കിയിട്ടും പേളിമാണി ഇതൊന്നും അറിഞ്ഞില്ല. ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിൽ ഈ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നിൽ പേളിയുടെ ഗൂഢബുദ്ധിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പേളി ഫാൻസും പേളിമാണിയും അടുത്ത ദിവസം കരഞ്ഞു മുങ്ങിക്കൊണ്ട് ഒരു വീഡിയോ ഇടാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിലിരിക്കുന്ന പേളിമാണി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരു പോസ്റ്റ് ഇട്ടിട്ട് രാവെന്നില്ല പകലെന്നില്ലാതെ വന്ന സകല കോമൻറ്റുകളെയും ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ടുകളെല്ലാം പിടിച്ച് ബ്ലോക്ക് ചെയ്ത പേളിമാണി കരയുന്നതും ചിരിക്കുന്നതും തുമ്മുന്നതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കോണ്ടൻറ്റുകളാക്കി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന പേളിമാണി ഈ കഴിഞ്ഞ ദിവസം ഒരു കോണ്ടൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോളോ ട്രിപ്പ്, ഏതൊരു യൂറോപ്യൻ കൺട്രിയിൽ പുള്ളിക്കാരത്തി പോവുകയാണ്.
ആ സോളോ ട്രിപ്പിൻ്റെ ഇടയിൽ പുള്ളിക്കാരത്തി പറയുന്നു, ഞാൻ സോളോ ട്രിപ്പ് പോകണം എന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരിക്കലും ഇതൊരു കോണ്ടന്റ് ആക്കണം ഒരു വീഡിയോ ആക്കണം എന്ന് ഓർത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇതെങ്ങനെ വീഡിയോ എടുക്കാതിരിക്കും, എനിക്ക് പറ്റില്ല, എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കണം. അപ്പോൾ സോളോ ട്രിപ്പിൻ്റെ ഇടയിലും പുള്ളിക്കാരത്തി, അതായത് സോളോ ട്രിപ്പിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരത്തി ആ സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ. വീഡിയോ എടുക്കരുതെന്ന് വിചാരിച്ചിട്ടും വീഡിയോ എടുത്ത, നടക്കുന്നതും ഇരിക്കുന്നതും പോകുന്നതും ഒക്കെ വീഡിയോ എടുക്കുന്ന പേർളി മാണി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ അടി വാങ്ങിക്കൂട്ടുന്നത്, ബോളിവുഡിൽ പോലുമുള്ള പ്രശസ്തരായിട്ടുള്ള സ്റ്റാർസ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഫേമസ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ, ഈ കലാപത്തിൻ്റെ ഇടയിലൂടെ വന്ന് ആ കുഞ്ഞുങ്ങൾ എന്തിനെതിരെ സമരം ചെയ്യുന്നു, അവരുടെ അവകാശങ്ങൾ ആര് പിടിച്ചു വെച്ചിരിക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഇരട്ടത്താപ്പ് പോസ്റ്റ്, അത് ഇരട്ടത്താപ്പ് പോസ്റ്റ് അല്ല, പേർളി മാണിയുടെ നിലപാടാണ്. ആ പോസ്റ്റിൻ്റെ കളർ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാവി കളറാണ്. ഇതിനേക്കാൾ ഭേദം പേർളി മാണി കാവി സാരി ചുറ്റി അല്ലെങ്കിൽ ഒരു ലുങ്കിയും കാവി ദുപ്പട്ടയും ഒക്കെ ഇട്ടിട്ട് വന്ന് നേരെ ചൊവ്വയും കൊണ്ട് പറഞ്ഞാൽ മതി, ഒന്ന് ഹാർഷായിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു. ഞാനതിനെ എതിർക്കുകയാണ്. കുഞ്ഞുങ്ങൾ എന്നുള്ളൊരു ഹ്യൂമാനിറ്റി എൻ്റെ ഉള്ളിൽ തൽക്കാലം വരുന്നില്ല. എനിക്ക് മാരിയറ്റ് ഹോട്ടലിൽ പോയി പെർ ഹെഡ് 4000 rupees ഞാൻ ചെയ്യുന്ന മോട്ടിവേഷൻ എൻ്റെ ബിസിനസ്സാണ്. എൻ്റെ രാഷ്ട്രീയ നിലപാട് ഇതാണ്. ഈ സാഹചര്യത്തിൽ എനിക്കെൻ്റെ രാഷ്ട്രീയ നിലപാട് എനിക്ക് വ്യക്തമായി തെളിയിക്കാൻ പറ്റൂ. ബിക്കോസ് ഞാനൊരു ബോൾഡ് ലേഡിയാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ വരുത്തില്ലായിരുന്നു. ഇതൊരു മതി കാവി പോസ്റ്ററിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇരട്ടത്താപ്പ് എന്താണ് വ്യക്തമാക്കുന്നതെന്ന് അറിയാമോ? വീണ്ടും പോയി അടികൊള്ളൂ, നിങ്ങളുടെ അവകാശങ്ങൾ തൽക്കാലം വിട്ടുതരാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാനിതൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട് എല്ലാ കോണ്ടന്റുകളും ലൈക്ക് ചെയ്ത് എല്ലാം ഷെയർ ചെയ്തൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഞാനൊരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം പേർളി മാണിയെ പോലുള്ള ആളുകളുടെ മക്കൾക്ക് നീറ്റിൻ്റെ എക്സാം ഒന്നും ആവശ്യമുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു സൂപ്പർ സ്റ്റാർസ്, ആ പദവിയിലുള്ള ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവരെ പോലുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇവർ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തന്നെയാണ്, ഇവർക്ക് ഇതിൻ്റെ കഷ്ടപ്പാടുകളൊന്നുമില്ല. ഇൻ കേസ് ഇവർ നീറ്റൊക്കെ എക്സാം എഴുതേണ്ടി വന്നാൽ എക്സാം പോലും എഴുതാതെ കുറച്ച് പൈസ കൊടുക്കാം. അതല്ല എങ്കിൽ ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് പൈസയും കൊടുക്കേണ്ട, എക്സാമും എഴുതേണ്ട, ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് ചോർന്ന് കിട്ടിക്കോളും, ഞങ്ങൾ ഡോക്ടേഴ്സായി എന്നുള്ള ഉറച്ച നിലപാടൊക്കെ ആയിരിക്കാം ഈ കരുണയില്ലായ്മയുടെ പിന്നിൽ. ഇനി എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കും. അങ്ങനെ ചെയ്യുന്നതൊരു തെറ്റൊന്നുമല്ല. വേണമെങ്കിൽ പേർളി മാണിക്ക് കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുന്നേ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ പുള്ളിക്കാരത്തി വ്യക്തമാക്കാമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുവന്ന് ഒരുമാതിരി ഈ മരണ വീട്ടിൽ പോയി നിന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്നതിന് തുല്യമായിട്ട് മ്ലേച്ഛമായിട്ടുള്ള പ്രവൃത്തിയാണ് പേർളി മാണി ഇപ്പോൾ കാണിച്ചത്. സമാധാനപരമായിട്ടുള്ള വാക്കുകളായിരുന്നു ഇവിടെ ആവശ്യം. കാരണം പേർളി മാണിയുടെ ഏത് കോണ്ടന്റുകൾ എടുത്താലും എല്ലാവരോടും വളരെ കരുണയാണ്. ഒരിക്കലും പരിചയമില്ലാത്ത ആളുകളെ പോലും വളരെ സ്നേഹത്തോടെ പോയി ഹഗ് ചെയ്തിട്ടും തലസ്ഥാനത്ത് ലാത്തിക്കടി വാങ്ങിക്കുന്ന പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളോട് ഒരു കരുണയും തോന്നാതെ അതിൻ്റെ ഇടയിലൂടെ കാവിയിൽ പൊതിഞ്ഞ പോസ്റ്റർ ഇട്ട് തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയ പേർളി മാണിക്ക് പൂച്ചെണ്ട് കൊടുത്ത് തന്നെ സ്വീകരണം നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ പേർളി മാണിയോടുള്ള മതിപ്പെന്ന് പറഞ്ഞാലുണ്ടല്ലോ അങ്ങ് വാനോളമാണ്. ഇന്നലെ മെയിൻ സ്ട്രീം ചാനൽസൊക്കെ പേർളി മാണിയെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു കൊടുത്തിരുന്നത്. എനിക്കിന്ന് മീഡിയ 1, കൗമുദി ഉൾപ്പെടെയുള്ള ചാനൽസൊക്കെ കാവിയിൽ മുങ്ങി പേർളി എന്നുള്ള തമ്മിലോട് കൂടിയാണ് അവരുടെ വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. ഇത്രയധികം നാണക്കേടോടുകൂടിയുള്ള പ്രവർത്തികൾ ചെയ്യാൻ എവിടെ നിന്നാണ് പേർളിക്ക് ധൈര്യം കിട്ടിയത്? ഈ കലാപത്തിൻ്റെ ഇടയിലും സ്ക്രൂ കൊടുക്കുന്ന രീതിയിൽ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ ആരാണ് പറഞ്ഞത്? ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു അഡ്വക്കേറ്റ് ഇട്ട പോസ്റ്റ് ഞാനിപ്പോഴും ഓർക്കുന്നു. അവർ വ്യക്തമായി പറയുന്നുണ്ട്, പേർളി എല്ലാം പ്രമോഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കോടിക്കണക്കിന് രൂപ വാങ്ങി ഇട്ട ഒരു പോസ്റ്റ് ആയിരിക്കാം ഇതെന്ന് പറയുമ്പോഴും ഇവരുടെ രാഷ്ട്രീയ നിലപാട് ഇതായതുകൊണ്ട് തന്നെയാണല്ലോ ഈ സമയത്തും ഇങ്ങനെ ഒരു പോസ്റ്റ് അവർ കൊണ്ടിട്ടത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പാർട്ടിയെ അനുകൂലിക്കുന്നവരോട് എനിക്കൊരു ദേഷ്യവുമില്ല. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അങ്ങനെ എത്രയോ ആക്ടേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ ഇരിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ ഇതിനെതിരെ ഉറക്കെ സംസാരിച്ചു, ടോവിനോ തോമസിനെ പോലുള്ള ആളുകൾ. പക്ഷേ പേർളി മാണി കാണിച്ച ഈ ഒരു ക്രൂരത്വം ഒരൊറ്റ ആളുകൾ ഈ ക്രൂരത്വം കാണിച്ചിട്ടില്ല എന്നുള്ളതും വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ പേർളി പലതും കാണിക്കും, പക്ഷേ റിയൽ പേർളി ഇതല്ല. വർഷങ്ങൾക്ക് മുന്നേ രഞ്ജിനി ഹരിദാസ് ബിഗ് ബോസിൽ ഉറക്കെ പറഞ്ഞ ഡയലോഗ്, റിയൽ പേർളി ഇതല്ല, പുറത്തുള്ള പേർളി ഇതല്ല എന്ന് രഞ്ജിനി പറഞ്ഞത് ഇന്ന്
അക്ഷരം പ്രതി സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന വാത്സല്യ സ്നേഹപ്രകടനങ്ങൾ. നിങ്ങൾ ഡൽഹിയിൽ പോയി സമരമുഖത്ത് ചെന്ന് ഓരോ കുഞ്ഞുങ്ങളെ ഹഗ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളാണല്ലോ, സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ അവർ ചേർത്ത് നിർത്തിയാൽ മതിയായിരുന്നു. ഇത് അവരാർക്ക് വേണ്ടി ആരോട് സമരം ചെയ്യുന്നു, അവരുടെ അവകാശങ്ങൾ ആര് പിടിച്ചടക്കി വെക്കുന്നു, അവരെ ആര് പെരുവഴിയിലാക്കിയോ, 15-16 കുട്ടികൾ ആര് കാരണം ആത്മഹത്യ ചെയ്തോ, ആ പാർട്ടിയെ പിന്തുണയ്ക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സമയമാണ് ഇവിടെ റോങ് ആയിട്ട് നമ്മൾ കാണുന്നത്.